അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താണെന്നല്ലേ? ഇന്നത്തെ ടിപ്പ് ഒരുപാട് കാര്യമൊന്നുമില്ല, കുഞ്ഞു കാര്യമാണ്. അതെ, ഫസ്റ്റ് ഞാൻ പറയുന്നത് ത്രെഡ് ചെയ്തിട്ടുണ്ട്. ത്രെഡ് ചെയ്ത് നമ്മൾ ഫേസിൻ്റെ ചേഞ്ച് ഉണ്ടല്ലോ, ഒരു 2-3 ഡേയ്സ് നമ്മുടെ ഫേസ് നമുക്ക് തന്നെ അറിയാൻ പറ്റാത്ത രീതിയിലൊരു ചേഞ്ച് കാണും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ട ഈസി ടിപ്പാണ്. ഹെയർ ഷാമ്പൂ യൂസ് ചെയ്യുന്നില്ല, ഹെയർ ഷാമ്പൂവിന് പകരം നാച്ചുറലായിട്ട് എന്ത് യൂസ് ചെയ്യാം? ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ബേസിൻ പൗഡറാണ്. ഇതെടുത്തിട്ടുണ്ട്, ഒത്തിരി ഇല്ല. ഈ ബൗളിൽ വരുന്ന ഒരു 1.5-2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു മഗ് എടുക്കുക, അല്ലെങ്കിൽ ഒരു കപ്പ് എടുക്കുക. ഇതിലേക്ക് ഈ പൗഡർ ഇട്ട് നല്ല വെള്ളവും കൂടെ മിക്സ് ചെയ്ത്, ഒത്തിരി ഡയലൂട്ട് ചെയ്യേണ്ട, നോർമൽ രീതിയിൽ ഹെയർ വാഷ് ചെയ്യുന്ന രീതിയിലുള്ള പേസ്റ്റ് പരുവത്തിലാക്കുക. എന്നിട്ട് കുളിക്കുന്ന ടൈമിൽ തലയിൽ വെള്ളം നിൽക്കുന്ന വെറ്റോടുകൂടി തന്നെ ഇതൊന്ന് വാഷ് ചെയ്യുക, ഹെയറിൽ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് സ്കാൽപ്പിലൊന്ന് മസാജ് ചെയ്യുക. എന്ത് ചെയ്യണമെന്നല്ലേ? ഡാൻഡ്രഫ് മാറാനും ഹെയർ ഒന്ന് സോഫ്റ്റ് ആകത്തില്ല, ഹെയർ ചകിരി മാതിരി ഇരിക്കുള്ളൂ. വീട്ടിൽ ചകിരി ഉണ്ടല്ലാത്തതുകൊണ്ടല്ല, അതുപോലെ ഇരിക്കും. ഇത് മാത്രം അപ്ലൈ ചെയ്താൽ. പക്ഷെ നാച്ചുറലാണ്. നമ്മൾ എന്താ പറയുക, ബേബി ഷാമ്പൂ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു നാച്ചുറൽ എഫക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റിൽ കിട്ടുന്നത്. ഹെയറിന് ഡാമേജ് ഒന്നും വരത്തില്ല, ഹെയർ നന്നായിട്ടിരിക്കും. നിങ്ങൾ നല്ലൊരു കണ്ടീഷണർ യൂസ് ചെയ്യുക. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ചകിരി മാതിരി ഹെയർ ഇരിക്കുന്നുണ്ട്, മസ്റ്റായിട്ട് കണ്ടീഷണർ വേണം. പക്ഷെ കുറച്ച് മതി, ഒത്തിരി വേണ്ട. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വേറെയും കൂടെ ഉണ്ട് കേട്ടോ. തിക്നെസ് ഇല്ലാത്ത ഹെയർ ആണെങ്കിൽ കുറച്ചൊന്ന് തിക്നെസ് തോന്നിക്കാനും കട്ടി തോന്നിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ മുടിക്കൊഴിച്ചിൽ നിൽക്കാനും അതിനെല്ലാം എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് ഇത്. ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ്. മുടി ഒട്ടിയിരിക്കും, അതുകൊണ്ടാണ് ഡെയിലി ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഷാമ്പൂ വീക്ക്ലി വൺസേ യൂസ് ചെയ്യുള്ളൂ. ഡാൻഡ്രഫ് ഷാമ്പൂ അല്ലെങ്കിൽ MKയുടെ പ്രോഡക്ട്സ്, ഞാൻ കണ്ടീഷണർ MKയുടെ തന്നെയാണ്. MKയുടെ പ്രോഡക്ട്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ ഒരു 7-8 മന്ത്സ് വരെ നിങ്ങൾക്ക് ആ കണ്ടീഷണർ 1400 വരുന്ന എമൗണ്ടുള്ള കണ്ടീഷണർ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. ബൊട്ടക്സ് ചെയ്തിട്ടുള്ളവർക്കും ബെസ്റ്റാണ് MKയുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മുതൽ നല്ലൊരു ഷാമ്പൂ വേണം, നല്ലൊരു കണ്ടീഷണർ വേണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഇത് നല്ലൊരു ബേസിക് പ്രോഡക്റ്റ് വരുന്ന നാച്ചുറൽ പ്രോഡക്റ്റാണ്. ഹെയർ ഷാമ്പൂവിനും നല്ലതാണ്. അത് ലേഡീസിനായാലും ജെൻസിനായാലും ഒരുപോലെ യൂസ് ചെയ്യാം. ഹെയർ ഫോൾ കുറയ്ക്കും, മുടി ഹെൽത്തി ആയിരിക്കും, ഡാമേജ് വരത്തില്ല, സ്പ്ലിറ്റ്നെസ് കുറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതോടൊപ്പം കണ്ടീഷണർ മസ്റ്റാണ് കേട്ടോ. പിന്നെ പറയരുത്, അയ്യോ എൻ്റെ മുടിയിൽ ഞാൻ ഇത് തേച്ചിട്ട് മുടി ചകിരി പോലെ ഇരിക്കുന്നുണ്ട്, എന്താ പറയുക, അങ്ങനത്തെ കണ്ടീഷനായിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞേക്കരുത്. മസ്റ്റായിട്ട് കണ്ടീഷണർ കൂടെ വേണം. അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ ബേബി ഷാമ്പൂ വീക്ക്ലി 2 യൂസ് ചെയ്യുക. ആണ് നമ്മുടെ ബെസ്റ്റ് ഹെയർ കെയർ പ്രോഡക്റ്റ്. അപ്പോൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. റിസൾട്ട് പറയാൻ പറയുന്നത് ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം.